നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങളെ പറ്റിയിട്ടൊന്ന് നോക്കാം. ഒരു ചെറിയ ടോപ്പിക്കായിട്ട് ഞാനിതിനെ ഒന്ന് മാറ്റിയെടുത്തിരിക്കുകയാണ്. നമ്മളിന്ന് ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ മാത്രമാണ് നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റിയോട് കൂടി തന്നെ ഓരോ പോർഷൻസും പഠിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറയ്ക്കാൻ നിൽക്കാതെ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം നമ്മൾ ക്ലാസ്സായിട്ട് എടുക്കുന്നത്. അങ്ങനെ നമ്മളിന്ന് ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങളാണ് നോക്കുന്നത്. എന്താണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ? നമുക്ക് ആദ്യം കറുത്ത മണ്ണൊന്ന് നോക്കിയാലോ. കറുത്ത മണ്ണ് നോക്കാം. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറു ഭാഗം അതിവിശാലമായ ലാവാ പീഠഭൂമിയാണെന്ന് നമുക്കറിയാം. എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറു ഭാഗം എന്താണ്? അതിവിശാലമായിട്ടുള്ള ലാവാ പീഠഭൂമിയാണ്. അത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണ്. അപ്പോൾ എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറു ഭാഗം അതിവിശാലമായിട്ടുള്ള ലാവാ പീഠഭൂമിയാണ്. ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് എന്ത്? കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറു ഭാഗം അതിവിശാലമായിട്ടുള്ള ലാവാ പീഠഭൂമിയാണ്. ഈ പ്രദേശത്തെ ബസാൾട്ട് ശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് എന്ത്? കറുത്ത മണ്ണ്. ഇവിടെ ചിത്രത്തിലായിട്ട് കറുത്ത മണ്ണിൻ്റെ ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ചിത്രത്തെ ഒന്ന് പരിഗണിക്കാം. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനമായിട്ടും കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായിട്ടും കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ്? മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനമായിട്ടും കറുത്ത മണ്ണ് പ്രധാനമായിട്ടും കാണപ്പെടുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്രയും മധ്യപ്രദേശും. കർണാടകത്തിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഗുജറാത്തിലും തമിഴ്നാട്ടിലും ഒക്കെ എന്താണ്? ഭാഗികമായിട്ടും കറുത്ത മണ്ണ് കാണുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറു ഭാഗം അതിവിശാലമായിട്ടുള്ള ലാവാ പീഠഭൂമിയാണെന്നും ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണ്. മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമാണ് പ്രധാനമായിട്ടും കറുത്ത മണ്ണ് കാണുന്നത്. കർണാടകം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായിട്ടും എന്ത് കാണുന്നുണ്ട്? കറുത്ത മണ്ണ് കാണുന്നുണ്ട്. ഇനി നമുക്ക് ചെമ്മണ്ണ് നോക്കാം. ചെമ്മണ്ണ് അഥവാ റെഡ് സോയിൽ എന്താണെന്ന് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽരൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണുണ്ടാകുന്നത്. എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽരൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് എന്തുണ്ടാകുന്നത്? ചെമ്മണ്ണുണ്ടാകുന്നത്. പൊതുവെ ചെമ്മണ്ണ് എന്ന് വിളിക്കുമെങ്കിലും ചിലയിടങ്ങളിൽ ഇതെന്താണ്? തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ഈ മണ്ണിൽ എന്താണ്? വലിയ തോതിൽ അടങ്ങിയിട്ടുള്ളത് ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ്. അതാണ് ഈ മണ്ണിന് ചുവപ്പ് നിറത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ എന്താണ്? ചെമ്മണ്ണെന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽ രൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് എന്തുണ്ടാകുന്നത്? ചെമ്മണ്ണ് ഉണ്ടാകുന്നത്. പൊതുവെ ചെമ്മണ്ണെന്ന് വിളിക്കുമെങ്കിലും ചിലയിടങ്ങളിൽ ഇതെന്താണ്? തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ഈ മണ്ണിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ളത് ഒരു കാര്യം ഇരുമ്പാണ്. ഈ ഇരുമ്പിൻ്റെ സാന്നിധ്യം കൊണ്ടാണെന്ത്? ഈ മണ്ണ് ചുവപ്പ് നിറത്തിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഇനി നമുക്ക് ലാറ്ററൈറ്റ് മണ്ണെന്ന് നോക്കാം. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലെ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർന്നിറങ്ങി ആ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നു. ഇതിൻ്റെ ഫലമായിട്ട് രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യാസത്പുര പർവ്വതങ്ങൾ, മാൾവ പീഠഭൂമി പ്രദേശങ്ങൾ ഇവിടെയൊക്കെ എന്താണ്? മുഖ്യമായിട്ടും ലാറ്ററൈറ്റ് മണ്ണ് നമുക്ക് കാണാൻ കഴിയും.
പൊതുവെ ഫലഭൂയിഷ്ടി കുറഞ്ഞ ഈ മണ്ണ് എന്താണ്, കൃഷിയോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായിട്ട് ഇത് വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്താണ്, കനത്ത മഴയും വരൾച്ചയൊക്കെ ഇങ്ങനെ മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലെ മണ്ണിലെ സിലിക്കയും ചുണ്ണാമ്പും തുടങ്ങിയ ലവണങ്ങൾ എന്താണ്, ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നു. ഇതിൻ്റെ ഫലമായിട്ട് രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യ സത്പുര പർവ്വതങ്ങൾ, മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. പൊതുവെ ഫലഭൂയിഷ്ടി കുറഞ്ഞ ഈ മണ്ണിനും കൃഷിക്ക് യോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ നമുക്കിവിടെ കാപ്പി, തേയില, റബ്ബർ, അടയ്ക്ക തുടങ്ങിയിട്ടുള്ള തോട്ടവിളകൾക്ക് വേണ്ടിയിട്ട് വൻതോതിൽ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഇനി ഏത് മണ്ണിനുമാണ് നമ്മൾ നോക്കുന്നത്, പർവ്വത മണ്ണാണ് നമ്മൾ നോക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവഘട്ട മലനിരകളിലാണ്. എന്താണ്, ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവഘട്ട മലനിരകളിലാണ്. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക്, പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾക്ക് എന്താണ്, ഈ മണ്ണ് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവഘട്ട മലനിരകളിലാണ്. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക്, പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾക്ക്, അതുപോലെ തന്നെ ഉഷ്ണമേഖല പഴവർഗ്ഗങ്ങളുടെ കൃഷിക്ക് എന്താണ്, ഈ മണ്ണ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മണ്ണിനങ്ങളെയെല്ലാം ഒന്നുകൂടി ഒന്ന് നോക്കണം. ആദ്യം നമുക്ക് പർവ്വത മണ്ണ് തന്നെ ഒന്നുകൂടെ പറയാം. ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവഘട്ട മലനിരകളിലാണ്. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക്, പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, അതുപോലെ ഉഷ്ണമേഖലാ പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് വേണ്ടിയിട്ട് എന്താണ്, പർവ്വത മണ്ണ് അനുയോജ്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പർവ്വത മണ്ണ് എന്താണ്, ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവഘട്ട മലനിരകളിലാണ്. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക്, പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖലാ പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് എന്താണ്, പർവ്വത മണ്ണ് അനുയോജ്യമാണ്. കറുത്ത മണ്ണോ, ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം അതിവിശാലമായിട്ടുള്ള ലാവാ പീഠഭൂമിയാണ്. ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് എന്ത്, കറുത്ത മണ്ണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനമായിട്ടും കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായിട്ടും എന്താണ്, കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട്. ചെമ്മണ്ണ് നോക്കുകയാണെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽ രൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് എന്തുണ്ടാകുന്നത്, ചെമ്മണ്ണുണ്ടാകുന്നത്. ചിലയിടങ്ങളിൽ ഇത് തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ഈ മണ്ണിന് വലിയ തോതിൽ അടങ്ങിയിട്ടുള്ളത് ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് ഇതെന്ത്, ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത്. ലാറ്ററൈറ്റ് മണ്ണ് നോക്കുകയാണെങ്കിൽ കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ടാണ് ലാറ്ററൈറ്റ് മണ്ണ് എന്താണ്, രൂപം കൊള്ളുന്നത്. അതോടൊപ്പം പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യ സത്പുര പർവ്വതങ്ങൾ, മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിൽ മുഖ്യമായിട്ടും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നു. പൊതുവെ ഫലഭൂയിഷ്ടി കുറഞ്ഞ ഈ മണ്ണിന് എന്താണ്, കൃഷിയോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ തേയില, കാപ്പി, അടയ്ക്ക, റബ്ബർ തുടങ്ങിയിട്ടുള്ള തോട്ടവിളകൾക്കായിട്ട് ഇത് നമുക്ക് വൻതോതിൽ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും.